ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗം. ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ അവൻ്റെ ശിഷ്യരാണ് എന്ന നിലയിൽ അഭിമാനത്തോടെ ആകണം ഈ പുണ്യ തിരുനാളിന് ഒരുങ്ങുന്നത്. രക്ഷകനും നാഥനുമായ എൻ്റെ പൊന്നേശു തമ്പുരാൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എൻ്റെ ഈ ദിവസത്തെ പ്രാർത്ഥനകളുടെയൊക്കെ നിയോഗം. അവൻ്റെ പുണ്യജനനത്തിൻ്റെ സന്തോഷം കൈവരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ അവബോധത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മാർഗം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. ആഴമായ വിശ്വാസത്തിൽ, ആഴമായ ദൈവ അവബോധത്തിൽ രൂപം കൊള്ളുന്നതാകണം നിൻ്റെ വിശ്വാസമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു തന്ന കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു കഥ എന്നതിനേക്കാൾ ഉപരി ഒരു ഉപമയാണ്, ഉദാഹരണമാണ്. ഒരു മനുഷ്യൻ ഭവനം പണിയുമ്പോൾ കറ്റുള്ള നിലത്ത് നിന്ന് പണിതുയരണം. പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിതാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അടിത്തറയ്ക്ക് ഒരു നാളും ക്ഷതമേൽക്കില്ല എന്നാണ്. എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ വന്നാലും അടിത്തറ ഉറപ്പുള്ളതായതുകൊണ്ട് ആ ഭവനം എന്നേക്കും നിലനിൽക്കുമെന്ന് തച്ചുശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉറപ്പുള്ള തറയിൽ വിശ്വാസത്തിൻ്റെ ഗോപുരം പണിയാൻ നമുക്ക് സാധിക്കുക. എൻ്റെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ജീവിതം ആഴമായ വിശ്വാസത്തിൻ്റെ നിറവിൽ, പരപ്പിൽ അടിത്തറയിട്ടതാകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, മണൽപ്പുറത്ത് ഭവനം പണിത് ഒരു ഇളം കാറ്റടിച്ചപ്പോൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ചപ്പോൾ, കാറ്റ് ഒന്ന് വീശിയടിച്ചപ്പോൾ, തിരമാലയൊന്ന് ഉയർന്നു പൊങ്ങിയപ്പോൾ ആ കാറ്റിലും തിരമാലയിലും പെട്ട് തകർന്ന് ഇല്ലാതാവുക. അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കരിസ്മാറ്റിക് ധ്യാനം കൂടുന്ന, ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടുന്ന ചില വ്യക്തികളെയൊക്കെ നമുക്കറിയാം. പാറമേൽ പതിച്ച വിത്തുപോലെ വലിയ തീഷ്ണത കൊണ്ട് ചാടി എഴുന്നേൽക്കും. ബൈബിൾ കക്ഷത്തിൽ വെച്ച് ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡുമൊക്കെ പറഞ്ഞു നടക്കും. പക്ഷേ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ആകാശദൂത് സിനിമയിലെ ഒരു കഥാപാത്രമുണ്ടല്ലോ, കള്ളുഷാപ്പിൻ്റെ കറുപ്പിൽ വെള്ളയുള്ള ബോർഡ് കാണുമ്പോൾ അവനറിയാതെ ബസ്സിൽ നിന്നിറങ്ങി ഷാപ്പിലേക്ക് ചുവടുവയ്ക്കുകയാണ്. അവനെ തളച്ചിടാൻ പറ്റുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യം അവന് സ്വയം കണ്ടെത്താനായിട്ടില്ല എന്നത് തന്നെയാണ് അവൻ്റെ പതനത്തിൻ്റെ നിദാനം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം, ഞാൻ പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാണ്, അത് തകർന്നു പോകില്ല എന്നുള്ള വലിയ ബോധ്യത്തോടെ ക്രിസ്തുവാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ട ഭവനമായി തീരാൻ, ആഴമായ വിശ്വാസത്തിൻ്റെ ആ തറയിൽ നിന്ന് എൻ്റെ വിശ്വാസഗോപുരം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, കർത്താവെ, പതറാത്ത വിശ്വാസം, ഇളകാത്ത വിശ്വാസം, പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലമുള്ളവരാക്കണമേ എന്ന്. കാലിക്കൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ, എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ, നിൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ ചാരെ നീ ഓടിയെത്തണമേ എന്ന് ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ.